ഷാജി ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ളയാളാണോ? ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ്. ഇത് നേരത്തെ AK ബാലൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര മന്ത്രി പദവി ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്ന്. അതുപോലെ ആയിപ്പോയി. ഒരിക്കലും ഇല്ല. ഞാൻ ഇവിടെ ഇത് നമ്മളെല്ലാവരും കേട്ടില്ല, നിങ്ങളും ഞാനും കേട്ട ഒരു ഇതാണ് അത്. അങ്ങനത്തെ ഒരാൾ കാൻഡിഡേറ്റ് പാനലിൽ വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കൂടുതൽ മതവൽക്കരിക്കലാണ്. അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി അജണ്ടയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട കോൺഗ്രസ് നടപ്പിലാക്കി നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി സ്ഥാനാർത്ഥി നിർണയത്തിൽ. അപ്പോൾ ഇത്തവണയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിലാണ് UDF. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ ആരോപണം ഉന്നയിച്ചതാണ് LDF. പക്ഷെ അത് വിജയിച്ചില്ല ആരോപണം. ഒരു സംശയമില്ല. ഞങ്ങളൊരു ആരോപണത്തിന് വോട്ട് കിട്ടിയില്ല, വസ്തുതയാണ്. വസ്തുത നമുക്ക് വോട്ട് മാത്രം നോക്കി പറയേണ്ടതല്ല. വർഗീയതയോട് നമ്മൾ നിലപാടെടുക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയോട് നമ്മൾ നിലപാടെടുക്കുമ്പോൾ എത്ര വോട്ട് കിട്ടും, എത്ര വോട്ട് കിട്ടില്ല എന്ന് നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കുക. RSSനോട് നിലപാട് എടുക്കുമ്പോൾ നമുക്ക് എത്ര വോട്ട് കിട്ടും, എത്ര സീറ്റ് കിട്ടും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ചല്ലോ. കോൺഗ്രസിനെ പിന്തുണച്ചു മൻമോഹൻ സിംഗിനെ. ഞങ്ങൾക്ക് വലിയ നഷ്ടക്കച്ചവടമാണ് ശരിക്കും. പക്ഷേ രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ UDFന്റെ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ചുള്ള ആ നിലപാടിനെതിരെ LDF അതിശക്തമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു പറയും ഇല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ LDFന് രാഷ്ട്രീയ കാര്യങ്ങളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഒരേ ഒരു രാഷ്ട്രീയ നിലപാടില്ല. നമ്മുടെ പാർട്ടി ഇപ്പോൾ ഞങ്ങളെ CPMനാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വിധേയമായതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് നയം. അതങ്ങനെ തന്നെ. പക്ഷേ ആ സമയം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. PDPയുടെ പിന്തുണ ആർക്കാണ് ഇവിടെ? PDP LDFനും കൊണ്ട് പിന്തുണ നൽകുന്നുണ്ട്, LDFന് പിന്തുണ നൽകുന്നുണ്ട്. നിങ്ങളെ ഈ മെയിൻ സ്ട്രീമിനെ കുറിച്ച് സംസാരിക്കും. PDP എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പാവം അതിനെ അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഏതോ തീവ്ര അനുയായി. അതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിങ്ങൾ ഒരു പത്രപ്രവർത്തനല്ലേ, നിങ്ങളൊരു ന്യൂനപക്ഷം അതൊക്കെ നമുക്ക് നിൽക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ പിന്നെ ലീഗ് ഇതൊക്കെ പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ആൾക്കാരാണ് ഇപ്പോൾ. PDP എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ അവർ വഹിക്കുന്ന പങ്കെന്താ? അത് നിങ്ങൾക്കിപ്പോൾ എന്താ വെച്ചാൽ മറ്റേ നയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക താർക്കികമായിട്ട്. ആ താർക്കികമായ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല. PDPയുടെ കാര്യത്തിൽ വർഗീയത ഇല്ല എന്നാണ് അല്ല. PDP ഇന്ന് കേരളത്തിന്റെ ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യ വക്താവ് PDP അല്ല. ക്ലിയർ ആയിരിക്കും. മുഖ്യ വക്താവ് PDP അല്ല. പക്ഷെ ഇവരെല്ലാം ഉണ്ടല്ലോ, ഈ മുസ്ലിം സംഘടനകളെല്ലാം BJPക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ LDF അതിനെ ഇവരെല്ലാം UDFന്റെ കൂടെ കൂടുന്നവരാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ട്. ഇവരുടെ എല്ലാം മുഖ്യ ശത്രു BJP ആണ്. അല്ല, UDFന്റെ കൂടെ കൂടുന്നവരെ പിന്നെ നമ്മൾ അത് പറയണ്ടേ? പക്ഷെ അവര് ശത്രുത കാണിക്കുന്നത് BJPയോടാണ്. അവര് UDFന്റെ കൂടെ കൂടുന്നവരെ ഞങ്ങളോട് വളരെ സ്നേഹത്തില എന്ന് വിചാരിക്കാൻ മാത്രം വിഡ്ഢികളാണോ ഞങ്ങള്? പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ മുഖ്യ ശത്രു CPM ആണ്. ഇവിടെ കേരളത്തില് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യ ശത്രു CPM ആണ്. BJPയെക്കാളും ശത്രുത അവര് CPMനോട് നിരന്തരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. CPMന്റെ കേരളത്തിലെ ബഹുജനാടിത്തറ തകരണമെന്നാണ് ഇവർക്കെല്ലാം ആഗ്രഹം. ഇത്തവണ പക്ഷേ അതിനെ മറികടക്കുവാനായിട്ട് CPMനും LDFനും കഴിയുമെന്നാണല്ലോ. എത്ര സീറ്റുകൾ വരെ താങ്കളുടെ ഒരു ആത്മവിശ്വാസത്തിൽ വന്നിട്ടുണ്ട്? കഴിഞ്ഞ തവണത്തേതിനേക്കാളും മികച്ച വിജയം ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിലേക്ക് എത്തിക്കാനാണ്. UDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് 100 സീറ്റുകളാണ്. ആ ഒരു ആത്മവിശ്വാസം LDFന് കിട്ടുന്നില്ല. അല്ല, UDFന് എപ്പോഴും അവിടെ സതീശൻ നുണ പറയുകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മറുപ്രചരണവും നടത്തുന്നുണ്ട്. അല്ല, സതീശൻ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് നുണേനെയാണ്. നുണയെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ജനങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പിൻഫലം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ കളവുകളാണ്, പിന്നെ അധിക്ഷേപങ്ങളാണ്. നല്ല മനുഷ്യരെ അധിക്ഷേപിക്കുക. എല്ലാ ദിവസവും രാവിലെ വന്ന് പല്ലൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായി പൗഡറൊക്കെ ഇട്ടിട്ട് പിന്നെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുക, തനിക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ അധിക്ഷേപിക്കുക എന്നല്ലാതെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് സതീശൻ എഴുതി കൊടുക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ ഓരോ ദിവസവും രാവിലെ എഴുതി കൊടുക്കുന്നത് അക്ഷരം തെറ്റാതെ അദ്ദേഹം പറയുന്നു. അദ്ദേഹം രാവിലെ പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മറ്റു നേതാക്കൾ ആവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ അർത്ഥപൂർണമായ രാഷ്ട്രീയമില്ല. എന്നാൽ ഏറ്റവും തെറ്റായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇടതുപക്ഷത്തിനെതിരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.